വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു അടിപൊളി ബാസ്ക്കറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ടിന്ന് വേണം. അതിൻ്റെ സെയിമായിട്ട് വരുന്ന പോർഷൻസ് ഇതുപോലെ കട്ടാക്കി എടുക്കുക. ഞാൻ സിസേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ കട്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ടാക്കി എടുക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ത്രെഡും പിന്നെ ഒരു ക്ലോത്തും ആണ്. ഈ ത്രെഡ് വന്നിട്ട് 8 mm ത്രെഡാണ്. ഞാൻ ക്രോഷറ്റ് പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കാരണം വാങ്ങിയതാണ്. പക്ഷേ എന്തോ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഇതല്ലാന്ന് തോന്നുന്നു അത് ചെയ്യുന്ന ത്രെഡ് എന്തോ. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഉള്ളൻ ത്രെഡ് ആയാലും മതി കേട്ടോ, നമ്മുടെ കയ്യിലുള്ള ത്രെഡ് മതി. പിന്നെ ഇതുപോലെ കുറച്ച് ചാർട്ട് പേപ്പേഴ്സ് വെട്ടിയെടുക്കുക. ഞാനൊരു 4 cm വിഡ്ത്തിലാണ് കേട്ടോ കട്ടാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ റൗണ്ടാക്കി വെച്ച് കൊടുക്കുക. കറക്റ്റ് അളവെടുക്കുക, വെട്ടുക. എന്നിട്ട് അതിൻ്റെ ബേസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് കട്ടാക്കി എടുത്ത് സ്റ്റിക്കാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനോട് ഷെയർ ആക്കി കൊടുക്കണേ. പിന്നെ നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് മതി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോസ് ഇഷ്ടമായ ബാക്കി വീഡിയോസൂടെ കണ്ടു നോക്കണേ. പിന്നെ നമ്മൾ ഈ ഒരു ചാർട്ട് പീസിൽ ഈ ഒരു ത്രെഡ് ഇതുപോലെ സ്റ്റിക്കാക്കി ചുറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 3 പീസാണ് ചുറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഈ ചുറ്റലാണ്. അത് കഴിഞ്ഞാൽ സംഭവം എല്ലാം ഭയങ്കര ഈസിയാണ്. ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 എണ്ണം സ്റ്റിക്കാക്കി കൊടുത്ത ശേഷം നമ്മുടെ ക്ലോത്ത് വെച്ച് സ്റ്റിക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിക്കാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടും ഇതുപോലെ സ്റ്റിക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്ത് സ്റ്റിക്കാക്കി കൊടുക്കാം. ഇത് വന്നിട്ട് കിച്ചൺ ടവലാണ് കേട്ടോ. ഇത് ഞാൻ രാമചന്ദ്രൻ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതുപോലെ സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് പോർഷൻസ് ഇതുപോലെ കട്ടാക്കി കൊടുക്കുക. നെക്സ്റ്റ് അത് നല്ലപോലെ സെക്യൂർ ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ഒരു 3 എണ്ണം ചെയ്തില്ലേ, 3 എണ്ണം ചെയ്തത് അതിൻ്റെ ഒരു പീസ് കൂടെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ പരിപാടി. ഞാൻ വന്നിട്ട് ഇതുപോലെ ബാലൻസ് വരുന്ന ക്ലോത്ത്സ്, പിന്നെ എൻ്റെ അടുത്ത് കുറേ ലേസ് ഉണ്ട്, അതെല്ലാം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാസ്ക്കറ്റ് യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ എന്തോ ഒരു അഭംഗി പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഈ കോട്ടൺ ഉള്ളി എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു ബ്രൗൺ ഷീറ്റിൽ എഴുതി കൊടുത്തിട്ട് സ്റ്റിക്കാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ.